സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരി. ഇവിടെ നമ്മൾ ഡിഷ് ട്യൂൺ ചെയ്യാനായിട്ട് സി ബാൻഡ്. ഈ ഒരു ഡിഷ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ വാങ്ങിച്ച് അസംബിൾ ചെയ്തതാണ്. ഇതിപ്പം കോയമ്പത്തൂരോ അതുപോലെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ഒരു സൈസ് ഡിഷ് സി ബാൻഡ് ഇപ്പോഴും ലഭിക്കുന്നതെന്നാണ് പറയുന്നത്. അദ്ദേഹം ഈ ഡിഷ് വാങ്ങിച്ച് സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നെ ഇതൊന്ന് ട്യൂൺ ചെയ്യാനായിട്ടാണ് ഇന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ട്യൂൺ ചെയ്തിട്ട് ഇതിൻ്റെ നമുക്ക് മലയാളം ഇൻ്റർസെറ്റ് 17 നമ്മൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കുറച്ച് ചാനൽസ് നമുക്കൊന്ന് ട്യൂൺ ചെയ്ത് റെഡിയാക്കി കൊടുക്കണം. അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. കോയമ്പത്തൂരോ അതുപോലെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ഒരു സൈസ് ഡിഷ് സി ബാൻഡ് ഇപ്പോഴും ലഭിക്കുന്നതെന്നാണ് പറയുന്നത്. അദ്ദേഹം ഈ ഡിഷ് വാങ്ങിച്ച് സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അപ്പം 2025 നമുക്ക് സി ബാൻഡിൻ്റെ പുതിയ ഡിഷ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് സി ബാൻഡ് ഉപയോഗിച്ചു. അദ്ദേഹത്തിന് സുഖമില്ലാതെ വന്നതിന് ശേഷം ആ ഡിഷുകളൊക്കെ അത് പഴവലക്കായിട്ട് പലർക്ക് കൊടുത്തു. അപ്പോൾ അതിനുശേഷം പുള്ളി റിക്കവറായിട്ട് വന്നതിന് ശേഷം പുള്ളിക്ക് വീണ്ടും ആഗ്രഹങ്ങൾ വന്നു, സി ബാൻഡ് ഡിഷ് വേണമെന്നുള്ളത്. പക്ഷേ പഴയ ഡിഷൊന്നും ഇപ്പോൾ കിട്ടാനില്ല, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ സുഹൃത്തുമായിട്ട് അദ്ദേഹം സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഇതുപോലെ ഒരു സി ബാൻഡ് ഡിഷ് എവിടെ നിന്നോ, അത് കോയമ്പത്തൂരിൽ നിന്നാണോ എവിടെ നിന്നും അറിയത്തില്ല, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ഇത് വരുത്തി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്നെ അദ്ദേഹം കോൺടാക്ട് ചെയ്തൊന്ന് ട്യൂൺ ചെയ്ത് കൊടുക്കണമെന്ന്. അപ്പോൾ അദ്ദേഹം ഇത് അസംബിൾ ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് വെച്ചിരിക്കുക എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞാൻ അവിടെ പോകുന്നത്. അപ്പോൾ ചെന്ന് കണ്ട കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാണ്. റിബ്ബൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ റിബിന്. പക്ഷേ അതിൻ്റെ ആ ഒരു ഷീറ്റ് അലൂമിനിയം ഷീറ്റായിട്ട് ഹോളുള്ള മെഷ് ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അത് വളരെ കനക്കുറവാണ്. പിന്നെ അത് വന്ന വഴിക്ക്, അതായത് പാർസൽ വന്ന വഴിക്കുള്ള ആ ഒരു ചുളുക്കവും കാര്യങ്ങളും ഒക്കെയാണ് അതിനകത്തായി കാണുന്നത്. പക്ഷെ അത് മാത്രമേ ഉള്ളൂ എനിക്ക് അത്ര അങ്ങോട്ടൊരു ക്ലാരിറ്റി കിട്ടാതെ വന്നത്. കാരണം ആ ഷീറ്റിൻ്റെ ഒരു പ്രശ്നം. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഡിഷ് അടിപൊളിയാണ് കേട്ടോ. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. നോർമലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു സി ബാൻഡ് 8 അടിയുടെ ഡിഷ്, അത് നല്ല പെർഫെക്റ്റ് ആണ്. ഇതിനൊരു അലൂമിനിയം ഷീറ്റാണ് ഇതിനകത്ത് നമ്മൾ ചെയ്തെടുക്കുന്നതെങ്കിൽ ഈ ഒരു ഡിഷ് സൂപ്പറാണ് കേട്ടോ. സിഗ്നൽ ക്വാളിറ്റി ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ ഒരു ഷീറ്റിൻ്റെ ആ ഒരു മെഷീൻ്റെ ആ ഒരു ചുളുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റേതായ ഒരു ചെറിയ സിഗ്നൽ പ്രശ്നങ്ങളൊക്കെ എനിക്ക് അതിനകത്ത് തോന്നുന്നുണ്ട്. പക്ഷേ ഈ റിബൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ബെൻഡ് ചെയ്ത്, അതുപോലെ തന്നെ നമ്മുടെ പഴയ കാലത്ത് കിട്ടുന്ന അതേ രീതിയിലുള്ള ആ ഒരു സി ബാൻഡ് ഡിഷിൻ്റെ അതേ രീതിയിലാണ് ഈ ഒരു ഇതിന് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ക്ലാമ്പിങ്ങും കാര്യങ്ങളും, അതുപോലെ തന്നെ ബേസ്, അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാൻഡ് നിർമ്മാണം, അതുപോലെ LMB ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ ഇരുന്നുകൊണ്ട് തന്നെ അതിൻ്റെ സെൻറ്ററിലെ പൈപ്പ് അലൈൻമെൻറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഡിഷാണ് ഇപ്പോഴും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കോയമ്പത്തൂരിൽ കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ നമുക്കിത് ലഭിക്കുന്നുണ്ട്. 10,000 രൂപയ്ക്ക് അകത്ത് തന്നെ നമുക്ക് കോസ്റ്റാണ് ഈ ഒരു ഡിഷിന് ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കൈരളിയുടെ ആ ഒരു TPക്കൊക്കെ നമ്മൾ ഇതിനകത്ത് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സിഗ്നൽ പെർസെൻറ്റേജ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഏഷ്യാൻ്റെ TPക്ക് മാത്രമേ ഉള്ളൂ ഒരു ശകലം സിഗ്നൽ പെർസെൻറ്റേജ് കുറവ് കാണിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഈ ഷീറ്റിൻ്റെ ആ ഒരു ചുളുക്കം കാരണമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഫോക്കൽ പോയിൻറ്റിൻ്റെ പൈപ്പൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പൈപ്പ് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു എന്താ പറയുക, മരങ്ങളോ മറ്റു കാര്യങ്ങളോ മറവുകളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് തന്നെയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അത്യാവശ്യം കണ്ടിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു ഡിഷ്. കാരണം റിബും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക അടിപൊളിയായിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നു. ഈ മെഷീൻ്റെ ആ ഷീറ്റ് മാറ്റിയിട്ട്, ആ മെഷ് മാറ്റിയിട്ട് നമ്മൾ അലൂമിനിയത്തിൻ്റെ ഷീറ്റ് ഇതിനകത്ത് കറക്റ്റായിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി ഡബിൾ സിഗ്നൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് കിട്ടിയ സിഗ്നലൊക്കെ നിങ്ങളൊന്ന് കണ്ടോളൂ. ഏഷ്യാനെറ്റിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ കൈരളിയുടെ ഉണ്ട്. കൈരളിക്ക് അത്യാവശ്യം നല്ല ഒരു സിഗ്നൽ പെർസെൻറ്റേജ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യമുള്ള മലയാളം ചാനലൊക്കെ നമുക്ക് ഇതിനകത്ത് ലഭിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.